10 വർഷം കാത്തിരുന്ന UDF വമ്പൻ തിരിച്ചുവരവിലൂടെ അധികാരം നേടി 3 ദിവസങ്ങൾ പിന്നിടുമ്പോഴും കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ നീളുകയാണ്. ആരാകണം മുഖ്യമന്ത്രി എന്ന കാര്യം തീരുമാനിക്കാൻ AICC നിരീക്ഷകരുടെ നേതൃത്വത്തിൽ നിർണായക ചർച്ചകൾ തിരുവനന്തപുരത്ത് നടന്നു. ആ സമയം തന്നെ കോൺഗ്രസിൽ പോര് കനക്കുന്നത് കൂടിയാണ് നമ്മൾ കാണുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ അരയും തലയും മുറുക്കിയിരിക്കുകയാണ്. കേന്ദ്ര നിരീക്ഷകരുടെ മുന്നിലെത്തിയ MLA-മാരിൽ മഹാഭൂരിഭാഗവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അനുകൂലിച്ചത് KC വേണുഗോപാലിനെ. പകുതിയോളം MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് ചെന്നിത്തല പക്ഷവും സതീശൻ പക്ഷവും ഒരുപോലെ അവകാശപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ് അധ്യക്ഷയെ ചുമതലപ്പെടുത്തുമെന്ന പ്രമേയം ഏകകണ്ഠമായി പാസാക്കിയാണ് നിയമസഭാ കക്ഷി യോഗം പിരിഞ്ഞത്. ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകുമെന്ന് AICC നിരീക്ഷകർ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. Yes, we have met all the MLAs. One by one we have met all the MLAs. And before that we had a legislative party meeting. And one-line resolution was passed authorizing the Congress leadership, Congress president to take a decision on behalf of the Congress MLAs. Then the leadership wanted us to discuss one-on-one with all the MLAs, which we have discussed. And in the evening we are leaving for Delhi. We'll submit our report. And then we are hopeful that decision will be taken soon. Can you reveal the number of? No, everyone has left it over to the leadership to decide. Sir, one second. What about the coalition? It will be. Don't fight. Meeting went on very well. उधर देखिए. Listened to that, and they said they will be reporting that to their high command. Now, further communication we are awaiting from Delhi. Our decision will be according to that. Should be done at the earliest. The decision should be taken at the earliest. Have you put Yeah, that is they said they will be taking earliest. Okay. will be, sir, before 16, sir? That you asked them. You no. Leave. No further things. PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഏറ്റവും ഉടൻ തന്നെ തീരുമാനങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. നേരത്തെ MLA-മാരെ നേരിട്ട് കണ്ടാണ് AICC-യുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഘടകകക്ഷികൾ നേതാക്കളുമായിട്ടൊക്കെയുള്ള കൂടിക്കാഴ്ചകൾ ഇന്ദിരാഭവനിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും എത്ര മന്ത്രിമാർ, ഓരോരുത്തർക്കും എത്ര എന്നത് സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ജോസഫ് വിഭാഗം 2 മന്ത്രിസ്ഥാനത്തിനായുള്ള അവകാശവാദമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും ആദ്യം നടക്കേണ്ട ചർച്ച മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. 63 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. അതിൽ 45 മുതൽ 52 പേരുടെ പിന്തുണ ഉണ്ട് എന്ന അവകാശവാദമാണ് KC വേണുഗോപാൽ പക്ഷം ഉയർത്തുന്നത്. ചെന്നിത്തല പക്ഷം പറയുന്നത് ഈ 63-ൽ 30 മുതൽ 34 MLA-മാരുടെ പിന്തുണ തങ്ങൾക്കാണ് എന്നതാണ്. അതേസമയം സതീശൻ പക്ഷം അവകാശപ്പെടുന്നത് പകുതിയോളം, ഏതാണ്ട് 30 മുതൽ 35ഓളം പേരുടെ പിന്തുണ തങ്ങൾക്കാണ് എന്ന് അവകാശപ്പെടുന്നു. KC വേണുഗോപാലിനാണ് കൂടുതൽ പേരുടെ പിന്തുണ എന്ന വാദമൊക്കെ ചെന്നിത്തല, VD സതീശൻ പക്ഷം തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ AICC നിരീക്ഷകരെ നേരിൽ കണ്ടപ്പോൾ MLA-മാർ പലരും നിലപാട് മാറ്റിയിട്ടുണ്ട് എന്ന അവകാശവാദമൊക്കെയാണ് VD-യുടെയും ഒപ്പം തന്നെ ചെന്നിത്തലയുടെയും പക്ഷം ഉയർത്തുന്നത്. എന്തായാലും വലിയ നാടകീയ രംഗങ്ങൾ അല്ലെങ്കിൽ നാടകീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ നമുക്കൊപ്പം ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അതിനു മുൻപ് മുഖ്യമന്ത്രി ചർച്ചയിൽ ചില നാടകീയ നീക്കങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. KC വേണുഗോപാലിന്റെ വിശ്വസ്തൻ AP അനിൽകുമാർ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ എത്തി. ഇതിനിടയിൽ നിയമസഭാ കക്ഷി യോഗത്തിന് പിന്നാലെയാണ് വേണുഗോപാലിന്റെ വിശ്വസ്തനായ അനിൽകുമാർ അതീവ രഹസ്യമായി ചെന്നിത്തലയുടെ വസതിയിൽ എത്തിയത്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച? അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. പിന്നെ എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യം ഉണ്ടായിരുന്നു, അത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ KC വേണുഗോപാലിന്റെ വിശ്വസ്തൻ ഈ MLA-മാരുടെ അഭിപ്രായം അറിയുന്ന പ്രക്രിയ പൂർത്തിയായതിന് പിന്നാലെ എന്തിന് രമേശ് ചെന്നിത്തലയുടെ വസതിയിലെത്തി അതീവ രഹസ്യമായ ഒരു കൂടിക്കാഴ്ച നടത്തി? എന്തായാലും മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നു. അത് വ്യക്തിപരമായ കാര്യമെന്ന ഒരു കാര്യമാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. എന്തായാലും ഡാൻ കുര്യൻ നമുക്കൊപ്പം ഇപ്പോൾ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ കുര്യൻ,
അധികാരം കാത്തിരുന്ന അധികാരം 10 വർഷത്തിന് ശേഷം കിട്ടി. പക്ഷേ വലിയ നാടകീയ നിമിഷങ്ങളിലൂടെ കടന്നു പോവുകയാണ് ഇന്ദിരാഭവൻ. വലിയ അവകാശവാദങ്ങളുമായി 3 പേരും ഉറച്ചു നിൽക്കുന്നത് നമ്മൾ കാണുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? വളരെ അനായാസേന ഞങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും എന്നതായിരുന്നു ഫലം വരുന്നതിന് മുൻപ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. അതിന് മാറ്റമുണ്ടാകുന്നുണ്ടോ? വലിയ വടംവലിയിലേക്ക് നേതാക്കൾ നീങ്ങുന്നതാണോ ഇപ്പോൾ കാണുന്നത്? ഒരു വടംവലിയിലേക്കും എത്തില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിൽ തീരുമാനമുണ്ടാകും. ഞായറാഴ്ചക്കകത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരെ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. പ്രാഥമിക നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ചർച്ചയാണ്. അതായത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനുള്ള പ്രാഥമിക നടപടി എന്ന് പറയുന്നത് നിയമസഭാ കക്ഷി യോഗം വിളിച്ച് MLA-മാരുടെ പിന്തുണ ആർക്കാണ്, അങ്ങനെ അവർ നിയമസഭാ കക്ഷി നേതാവ് പാർലമെന്ററി പാർട്ടി ലീഡറായി ആരെ തിരഞ്ഞെടുക്കുന്നുവെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം വിളിക്കുന്നത്. ആ യോഗമാണ് ഹൈക്കമാൻഡ് പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ഇന്ന് നടന്നത്. അവിടെ KPCC അധ്യക്ഷൻ പ്രമേയം അവതരിപ്പിച്ചു. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് തെരഞ്ഞെടുക്കാനുള്ള ചുമതല നൽകിക്കൊണ്ടുള്ള പ്രമേയമാണ് ഐക്യകണ്ഠേന പാസാക്കിയത്. അത് പ്രതിപക്ഷ നേതാവ്, നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് പ്രമേയം പിന്തുണച്ചിരിക്കുന്നത്. അതിനുശേഷമാണ് 63 MLA-മാരെ വ്യക്തിപരമായി കണ്ടുകൊണ്ട് അവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുന്നു, എന്തുകൊണ്ട് ആ വ്യക്തിയെ പിന്തുണയ്ക്കുന്നു, ഇങ്ങനെ 2 ചോദ്യങ്ങൾ 3 മിനിറ്റിന്റെ സമയമെടുത്ത് ഓരോ MLA-മാരെയും കണ്ട് ഈ 2 സംഘം അജയ് മക്കാനും അതോടൊപ്പം തന്നെ മുകുൾ വാസ്തയ്ക്ക് ചോദിച്ചറിഞ്ഞത്. അതിനുശേഷം അവർ നൽകിയ വിവരങ്ങൾ സമഗ്രമായ റിപ്പോർട്ടായി ഹൈക്കമാൻഡിന് കൈമാറാനായി, കോൺഗ്രസ് ദേശീയ അധ്യക്ഷന് കൈമാറാനായി അവർ വൈകിട്ട് തന്നെ ഡൽഹിക്ക് പുറപ്പെടും. ഇന്ന് രാത്രിയോടെ അവർ ഡൽഹിയിൽ എത്തിച്ചേരും. അതിനുശേഷം ഹൈക്കമാൻഡ് പ്രതിനിധികൾ തമ്മിൽ അവിടെ ഒരു കൂടിയാലോചന നടത്തിയ ശേഷം സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ 2 ദിവസത്തിനുള്ളിൽ ഡൽഹിയിലേക്ക് വിളിപ്പിക്കും. ചെന്നിത്തല കാണും, VD സതീശൻ കാണും, അതോടൊപ്പം തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കാണും, പ്രവർത്തക സമിതി അംഗങ്ങളൊക്കെ കാണും. ആ യോഗം കൂടി നടന്നതിന് ശേഷം അവിടെ വെച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ടോ തർക്കമോ ഉണ്ടായാൽ അവിടെ നിന്ന് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അന്തിമ തീരുമാനമെടുക്കാനായി ഈ വിഷയം കൈമാറുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ. അതിന്റെ ഭാഗമായാണ് 3 പേരാണ് ആദ്യഘട്ടം മുതൽ, തെരഞ്ഞെടുപ്പിന് പ്രചാരണം നടക്കുന്ന ഘട്ടം മുതൽ 3 പേരുടെ പേരുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ചർച്ച. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ. തെരഞ്ഞെടുപ്പിന് ശേഷവും ആ 3 പേരെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പല സ്ഥലങ്ങളിലും അത് വൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് മാറുന്ന കാഴ്ചയുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന് വേണ്ടി പറവൂരിലും എറണാകുളത്തുമൊക്കെ വലിയ തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഉയരുന്നുണ്ട്. പ്രവർത്തകർ തെരുവിലേക്ക് അദ്ദേഹത്തിന്റെ അനുഭാവികൾ ഇറങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ KC പക്ഷവും രമേശ് ചെന്നിത്തല പക്ഷവും സമാനമായ തരത്തിൽ വലിയ തരത്തിലുള്ള ശക്തമായ സമ്മർദ്ദം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ MLA-മാരുടെ പിന്തുണ ആർക്കെന്ന ചോദ്യത്തിൽ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ KC വിഭാഗത്തിനാണ് എന്ന അവകാശവാദവുമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അവർ രംഗത്തെത്തിയിരുന്നു. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്നത്തെ കണക്കെടുപ്പിലും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. 3 പേരും 3 കണക്കുകൾ പറയുന്നുണ്ട്. പക്ഷേ അത് രഹസ്യാത്മകമായി നടന്ന ഒരു നടപടിയായതിനാൽ അതിലെ ഒരു വിവരങ്ങളും പരസ്യമാക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ് പ്രതിനിധികൾ. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി ഓരോരുത്തർക്കും എത്ര പേരുടെ പിന്തുണയുണ്ടെന്ന കാര്യം ഔദ്യോഗികമായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു കണക്കും പറയുന്നില്ല. പക്ഷേ ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണ KC വേണുഗോപാൽ ഉണ്ട് എന്നത് ഒരു വസ്തുതയായി നിലനിൽക്കുകയും. ഇതിനിടയിൽ ഇപ്പോൾ അനിൽകുമാർ ചെന്നിത്തലയുമായി നടത്തിയ കൂടിക്കാഴ്ചയുണ്ട്. ഈ ഓരോരുത്തരുടെയും വിശ്വസ്തർ എന്ന് കരുതിയിരുന്ന നേതാക്കൾ മറ്റ് നേതാക്കന്മാരുമായൊക്കെ നടത്തുന്ന ആശയവിനിമയങ്ങൾ നമ്മൾ ഇന്നലെ മുതൽ കാണുന്നതാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ ലക്ഷ്യം? മറ്റ് വല്ല നീക്കങ്ങളും നടക്കുന്നുണ്ടോ? അനിൽകുമാർ വ്യക്തിപരമായ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡാൻ? അങ്ങനെ വ്യക്തിപരമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. കാരണം രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തരായ മറ്റ് MLA-മാരൊക്കെ ഉണ്ടായിരുന്നു. അൻവർ സാദത്ത്, ജ്യോതികുമാർ ചാമക്കാല ഉൾപ്പെടെയുള്ള MLA-മാരുടെ സാന്നിധ്യത്തിൽ AP അനിൽകുമാർ വ്യക്തിപരമായ ഒരു ചർച്ച ചെന്നിത്തലയുമായി നടത്തുമെന്ന് നമുക്ക് കരുതുക വയ്യ. അതിൽ ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട്. ഒരുപക്ഷെ KC വേണുഗോപാലിന്റെ ദൂതനായാണ് അനിൽകുമാർ അവിടേക്ക് എത്തിയത് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു സെറ്റിൽമെന്റിലേക്ക് ഈ ചർച്ചകൾ നീളുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ സെറ്റിൽമെന്റ് മുഖ്യമന്ത്രി പദം 2 നേതാക്കൾക്കായി വീതം വെക്കുന്ന തരത്തിലുള്ള ഒന്നാണോ, അതോ അതിനപ്പുറത്തേക്ക് KC പക്ഷത്തേക്ക് ഒപ്പം നിൽക്കണം എന്ന പിന്തുണ തേടിക്കൊണ്ട് അനിൽകുമാർ എത്തിയതാണോ? ഈ കാര്യങ്ങളിലാണ് ഇനി വ്യക്തത കൈവരാനുള്ളത്. എന്തായാലും നിലവിൽ KC RC പക്ഷങ്ങൾ ഒന്നിച്ചേക്കുമെന്നുള്ള സൂചനകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അത് ഇപ്പോൾ ഡാൻ കുര്യൻ നൽകിയ ഈ വിവരം വളരെ പ്രധാനപ്പെട്ടതാണ്. KC രമേശ് ചെന്നിത്തല പക്ഷങ്ങൾ ഒന്നിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ KCയും VDയും തമ്മിൽ നേരിട്ടുള്ള മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ? അതിന് ചെന്നിത്തല തയ്യാറാകുമോ? തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്. നമുക്ക് ചില
വളരെ പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ കൂടി കണ്ടതിന് ശേഷം ഡാൻ കുര്യനിലേക്ക് തിരിച്ചെത്താം. പ്രധാനപ്പെട്ട നേതാക്കളുടെ ഉൾപ്പെടെ അഭിപ്രായങ്ങൾ കൂടി ഇന്ന് AICC പ്രതിനിധികൾ തേടിയിരുന്നു. രാവിലെ ഹൈക്കമാൻഡ് പ്രതിനിധികളെ കണ്ട VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനമില്ലെങ്കിൽ MLA ആയി മാത്രം തുടരുമെന്ന നിലപാട് അറിയിച്ച ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു ഉപാധിയും സ്വീകാര്യമല്ല എന്നതാണ് VD സതീശന്റെ പക്ഷം. ഘടകകക്ഷികളുടെ പിന്തുണ തനിക്കാണെന്നും ഹൈക്കമാൻഡ് പ്രതിനിധികളോട് സതീശൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡ് നിരീക്ഷകർക്ക് K സുധാകരൻ കത്ത് നൽകിയിട്ടുണ്ട്. VD സതീശനെതിരായ നിലപാട് K സുധാകരൻ പരസ്യപ്പെടുത്തി. കോൺഗ്രസിൽ ഒരു സതീശനല്ല, ഒരുപാട് സതീശന്മാരുണ്ട് എന്നതായിരുന്നു സുധാകരന്റെ പ്രതികരണം. Not only VD Sadishan, there are so many VD Sadishan in party. Indian National Congress is a lateral leaders, bulk of leaders. Everywhere we have a very good leadership is there. Among them, you suggest like this. That's also in this. അപ്പോൾ MLA-മാരുടെ പിന്തുണ, K സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ, അങ്ങനെ KC പിടിമുറുക്കുകയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. എന്തായാലും നിരീക്ഷകരുമായി കൂടിക്കാഴ്ച കഴിഞ്ഞിറങ്ങിയ VD സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചുവെങ്കിലും സതീശൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു. MLA-മാരെ കാണുന്നതിൽ നിന്ന് മാറി നിൽക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രതികരണമില്ല. അപ്പോൾ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഒന്നിനും മറുപടി പറയാതെ ചിരിച്ച മുഖത്തോടെ VD സതീശൻ മടങ്ങുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.